സംസ്ഥാന ആസൂത്രിത ബോർഡിലെ ചീഫ് തസ്തികകളിലേക്ക് കേരള PSC നടത്തിയ പരീക്ഷയുടെ ഉത്തരക്കടലാസ് മൂല്യനിർണ്ണയം നടത്താത്ത റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ചതിലെ ക്രമക്കേട് സംസ്ഥാന പോലീസ് വിജിലൻസ് അന്വേഷണത്തിന് കൈമാറാൻ സർക്കാർ ആലോചിക്കുന്നു. ഭരണഘടനാ സ്ഥാപനമായ PSCയുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ സംസ്ഥാന ഏജൻസികൾ അന്വേഷിക്കുന്നതിൽ ഏതെങ്കിലും നിയമതടസ്സമോ എന്ന് പരിശോധിക്കാൻ ആഭ്യന്തര വകുപ്പ് നിയമോപദേശം തേടിയിട്ടുണ്ട്. വരാനിരിക്കുന്ന അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാകും എന്നാണ് ലഭിക്കുന്ന വിവരം. ക്രമക്കേട് അന്വേഷിക്കാൻ PSCക്ക് കീഴിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരടങ്ങുന്ന ആഭ്യന്തര വിജിലൻസ് വിഭാഗമുണ്ടായിട്ടും അത് മറികടന്ന് പരീക്ഷാ കൺട്രോളർക്ക് തന്നെ അന്വേഷണ ചുമതല നൽകിയതായി ആരോപണമുയർന്നു. ഇത് അന്വേഷണം അട്ടിമറിക്കാനുള്ള നീക്കമാണെന്ന് വ്യാപക വിമർശനമുയർന്ന സാഹചര്യത്തിലാണ് സർക്കാർ ഇടപെടൽ. പരീക്ഷയുടെ ഓൺ സ്ക്രീൻ മാർക്കിംഗ് നടത്തിയത് യാതൊരുവിധ സുരക്ഷാ പരിശോധനയോ IT ഓഡിറ്റോ നടത്താതെ സോഫ്റ്റ്വെയർ വഴിയാണെന്ന് ആഭ്യന്തര വിജിലൻസ് പ്രഥമമായി കണ്ടെത്തിയിട്ടുണ്ട്. ആസൂത്രണ ബോർഡിലെ 3 ചീഫ് തസ്തികകളിലേക്ക് ഇൻഡസ്ട്രി ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ പെർസ്പെക്റ്റീവ് പ്ലാനിംഗ് കോഓർഡിനേഷൻ 200-ലധികം വിദ്യാർത്ഥികൾ എഴുതിയ വിവരണാത്മക പരീക്ഷയിലാണ് ഗുരുതര വീഴ്ച സംഭവിച്ചത്. 100 മാർക്കിൻ്റെ പരീക്ഷയിൽ 9 മുതൽ 18 വരെയുള്ള 10 ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ആകെ 58 മാർക്ക്. മൂല്യനിർണ്ണയം നടത്താതെയാണ് PSC ഫലം പ്രസിദ്ധീകരിച്ചത്. ഇതറിയാതെ 2 തസ്തികകളിലെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയും 1-ാം റാങ്കുകാർക്ക് നിയമനം നൽകുകയും ചെയ്തിരുന്നു. ഒരു ഉദ്യോഗാർത്ഥി വിവരാവകാശ നിയമപ്രകാരം ഉത്തരക്കടലാസിൻ്റെ പകർപ്പ് വാങ്ങി കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിച്ചപ്പോഴാണ് PSCക്ക് ഈ പിഴവ് സമ്മതിക്കേണ്ടി വന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഈ പരീക്ഷ എഴുതിയ എല്ലാ ഉദ്യോഗാർത്ഥികളുടെയും ഉത്തരക്കടലാസുകൾ പൂർണ്ണമായി മൂല്യനിർണ്ണയം നടത്തി റാങ്ക് പട്ടിക പുതുക്കുമെന്ന് PSC അറിയിച്ചിട്ടുണ്ടെങ്കിലും നടപടികൾ ആരംഭിച്ചിട്ടില്ല. KAS ഉൾപ്പെടെ കഴിഞ്ഞ 5 വർഷത്തിനിടെ PSC നടത്തിയ മറ്റ് പ്രധാന പരീക്ഷകളിലെ മൂല്യനിർണ്ണയത്തെക്കുറിച്ച് നിലവിൽ പരാതികൾ ഉയരുന്നുണ്ട്.